നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായ വിശ്വസൗന്ദര്യം എന്ന കവിതയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളും പഠന പ്രവർത്തനങ്ങളും നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പദച്ഛേദമാണ് ഇവിടെ പറയുന്നത്. എന്താണ് പദച്ഛേദം, എന്താണ് വിഗ്രഹം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ. മുൻപത്തെ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പദച്ഛേദമൊക്കെ പഠിച്ചു വരണതാണ്. അപ്പോൾ ഇവിടെ പദച്ഛേദം നോക്കാം. മഹാചലാ ബഹവഃ, അതിൻ്റെ പദച്ഛേദം മഹാചലാഹ പ്ലസ് ബഹവഃ. അടുത്തത് നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ, നദ്യഃ പ്ലസ് തിഷ്ഠന്തി പ്ലസ് അസ്മിൻ. അടുത്തത് വർഷന്ത്യസ്മിൻ, വർഷന്തി പ്ലസ് അസ്മിൻ. അടുത്തത് നവാംബുഭിർമേഘാഃ, നവാംബുഭിഃ പ്ലസ് മേഘാഃ. അടുത്തത് കൂപതടാകലതാതരുവൃന്ദാന്യത്ര, കൂപതടാകലതാതരുവൃന്ദാനി പ്ലസ് അത്ര. അടുത്തത് സുമഗന്ധവഹോ വിഭാതി, സുമഗന്ധവഹ പ്ലസ് വിഭാതി. അടുത്തത് സുസ്ഥിതിരേവം, സുസ്ഥിതി പ്ലസ് ഏവം. ഇങ്ങനെ പദച്ഛേദങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തത് വിഗ്രഹമാണ്. വിശാലസുന്ദര വിശ്വം എന്നതിൻ്റെ വിഗ്രഹം. വിശാലം ച തത് സുന്ദരം ച വിശാലസുന്ദരം, താദൃശം വിശ്വം വിശാലസുന്ദര വിശ്വം. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിശാലവും സുന്ദരവുമായിട്ടുള്ളത് വിശാലസുന്ദരം, അങ്ങനെയുള്ള വിശ്വം വിശാലസുന്ദരമായ വിശ്വം. അടുത്തത് സർവചരാചര നിവാസം. ചരാണാം അചരാണാം ച തേഷാം സമാഹാരഃ ചരാചരം. സർവം ച തത് ചരാചരം ച സർവചരാചരം തേഷാം നിവാസം. ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ള അതിൻ്റെ കൂട്ടത്തിന് ചരാചരം എന്ന് പറയും. ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത്, ചരിക്കാത്തത് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാത്തത്, മരങ്ങൾ തുടങ്ങിയവ, അവയുടെ കൂട്ടം, അതിനെയാണ് ചരാചരം എന്ന് പറയുന്നത്. സർവം ച തത് ചരാചരം ച സർവചരാചരം, എല്ലാ ചരാചരങ്ങളും എന്നുള്ള അർത്ഥത്തിലാണ് സർവചരാചരം. തേഷാം നിവാസം, അവയുടെ താമസസ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് സർവചരാചര നിവാസം എന്ന് പറയുന്നത്. അടുത്തത് അതുലം. നാസ്തി തുല യസ്യ തം, അതായത് തുലനം ചെയ്യാൻ പറ്റാത്തത്, അതിനെ അതുലം, അതിനെ അതുലം. നയനാനന്ദകരം, നയനയോഹോ ആനന്ദഃ നയനാനന്ദഃ, കരോതി ഇതി കരഃ, നയനാനന്ദസ്യ കരഃ തം. കണ്ണുകളുടെ നയനം, കണ്ണുകൾക്ക് ആനന്ദമുള്ളത്, അത് നയനാനന്ദഃ. കരോതി ഇതി കരഃ, നയനാനന്ദകരത്തെ ചെയ്യുന്നത് നയനാനന്ദകരഃ തം, അതിനെ, നയനാനന്ദകരത്തെ എന്ന് പറയുന്നു. അടുത്തത് മഹാചലാഹ. മഹാന്തഃ ച അമി അചലാഹ ച, വലുതും അചലാഹ ചലിക്കാത്തതുമായിട്ടുള്ളത്, അതിനെ മഹാചലാഹ എന്ന് പറയുന്നു. അടുത്തത് അരണ്യകേദാര ഉപവനാനി. അരണ്യം ച കേദാരഃ ച ഉപവനം ച അരണ്യകേദാര ഉപവനാനി. കാട്, വയൽ, ഉപവനം, ഇതിനെയാണ് അരണ്യകേദാരോപവനാനി എന്ന് പറയുന്നു. സുഖപ്രദാനി, സുഖം പ്രദദാതി താനി, സുഖത്തെ നൽകുന്നത്, അവയെ സുഖപ്രദാനി. ഖദ്യോതഃ, ഖം ദ്യോതയതീതി, ഖം ആകാശം, ആകാശത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നർത്ഥത്തിൽ ഖദ്യോതഃ.
സുമഗന്ധവഹ സുമാനാം ഗന്ധഃ സുമഗന്ധഃ പുഷ്പങ്ങളുടെ ഗന്ധം സുമഗന്ധം തസ്യ വഹഃ അതിനെ വഹിക്കുന്നവൻ സുമഗന്ധവഹഃ. അടുത്തത് നവാംബുഭിഹി നവം ച തത് അംബു ച നവാംബു തൈഹി പുതിയതുമാണ് ജലവുമാണ് അതിന് പുതിയ ജലം എന്ന് പറയുന്നു. അവകളാൽ തൈഹി എന്ന് പറയുമ്പോൾ അവകളാൽ നവാംബുഭിഹി. അടുത്തത് പുഷ്പഫലാഢ്യാഹ പുഷ്പാണി ച ഫലാനി ച പുഷ്പഫലാനി പുഷ്പങ്ങളും ഫലങ്ങളും പുഷ്പഫലങ്ങൾ തൈഹി ആഢ്യാഹ അവകളെക്കൊണ്ട് നിറഞ്ഞത് പുഷ്പഫലാഢ്യാഹ എന്നിങ്ങനെ വിഗ്രഹം പറഞ്ഞു. അടുത്തത് പഠന പ്രവർത്തനങ്ങളാണ്. ബാലകവിതാം താളലയാനുസാരം ആലപതു ശ്രദ്ധേയാഹ അംശാഹ ആശയജ്ഞാനം ഉച്ചാരണസ്ഫുടത താളബോധ. ബാലകവിതയെ ഈ ഒരു കവിതയെ നല്ല താളത്തിൽ പാടാനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആശയം മനസ്സിലാക്കിയിട്ട് വേണം ആശയജ്ഞാനം പാടാൻ. അതുപോലെ ഉച്ചാരണ സ്ഫുടത ഉണ്ടാവണം. ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോഴും സ്ഫുടത ഉണ്ടാവണം. താളബോധ നല്ല താളത്തിൽ ഈ ബാലകവിതയെ ചൊല്ലാനാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പഠന പ്രവർത്തനം നൂതന പദാനി ചിത്വ അർത്ഥം ലിഖതു പുതിയ പദങ്ങളെ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം എഴുതാനാണ് പറയുന്നത്. ശ്രദ്ധേയഃ അംശാഃ ഉചിത പദലേഖനം ആശയാവബോധഃ പ്രാദേശിക ഭാഷായാം അർത്ഥലേഖനം. ഉചിതമായിട്ടുള്ള പദങ്ങളെ എടുത്ത് എഴുതണം, ആശയം മനസ്സിലാക്കണം, പ്രാദേശിക ഭാഷയിൽ അർത്ഥം എഴുതണം. അപ്പോൾ മലയാള ഭാഷയിൽ നമുക്ക് പുതിയ പദങ്ങൾ എടുത്തിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ എഴുതണം. അപ്പോൾ ഏതൊക്കെയാണ് ഇതിലെ പുതിയ പദങ്ങൾ? അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും പഠിക്കാത്ത പുതിയ പദങ്ങളുണ്ടെങ്കിൽ അതാണ് ഇവിടെ എടുത്തെഴുതേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങളെ സംബന്ധിച്ച് അത് ഏതൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ചില പദങ്ങളെ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ആദ്യത്തെ 4 വരിയിൽ വിശാലസുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയനാഗമിമം. നാഗം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം സ്വർഗം എന്നാണ്. നാഗഃ എന്ന് പറഞ്ഞാൽ സ്വർഗഃ എന്നർത്ഥം. ഇനി അടുത്ത 4 വരി വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ മഹാചലാ ബഹവഃ അരണ്യകേദാരോപവനാനി സുഖപ്രദാനി തഥാ. ഇവിടെ കേദാരഃ എന്ന് പറഞ്ഞാൽ വയൽ എന്നർത്ഥം. ഇനി അടുത്ത 4 വരി എടുത്താൽ കൂപതടാകലതാതരുവൃന്ദാന്യത്ര വിരാജന്തെ പ്രവാതി പവന സുമഗന്ധവഹു വിഭാതി ഖദ്യോതഃ. ഖദ്യോതഃ എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങ്. ഇനി അടുത്ത 4 വരി എടുത്താൽ വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘാഃ പുഷ്പഫലാഢ്യാ ഋതവഃ കാലേ പ്രത്യായാന്തി മുദാ. അംബു എന്നാൽ ജലം എന്നർത്ഥം. അടുത്ത 4 വരി നോക്കിയാൽ അസ്മാൻ പരിതഃ പ്രവർദ്ധമാന സുസ്ഥിതിരേവം സ്യാത് വയന്തു തേഷാം പാലന വിഷയെ സന്നദ്ധാ സ്യാമ. പരിതഃ എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നർത്ഥം. അപ്പം ഇങ്ങനെ ചില നൂതന പദങ്ങളെ ഇവിടെ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് അടുത്ത പഠന പ്രവർത്തനമാണ് പ്രയോഗവിശേഷം ജ്ഞാത്വ ഉദാഹരണാനുസാരം വാക്യാനി ലിഖതു എന്ന്. പ്രയോഗവിശേഷം ജ്ഞാത്വ ഉദാഹരണാനുസാരം വാക്യാനി ലിഖതു എന്ന്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. വിദ്യാലയസ്യ പരിതഃ വൃക്ഷാഃ സന്തി. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിദ്യാലയത്തിൻ്റെ ചുറ്റും വൃക്ഷങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ വിദ്യാലയത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഷഷ്ഠി വിഭക്തിയാണ് എഴുതാൻ തോന്നുക അല്ലേ? പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. പരിതഃ എന്നുള്ള ശബ്ദത്തിൻ്റെ കൂടെ ആ ശബ്ദം പ്രയോഗിക്കുമ്പോൾ
അതിൻ്റെ കൂടെ വരുന്ന ശബ്ദത്തിന് ദ്വിതീയ വിഭക്തി പ്രയോഗിക്കണം എന്നൊരു നിയമമുണ്ട്. അതായത് വിദ്യാലയത്തിന് ചുറ്റും വൃക്ഷങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ചുറ്റും എന്തിനു ചുറ്റും? വിദ്യാലയത്തിന് ചുറ്റും അല്ലേ? അപ്പോൾ ആ വിദ്യാലയ പദത്തിൻ്റെ കൂടെ ദ്വിതീയ വിഭക്തി പ്രയോഗിക്കണം എന്നതാണ് നിയമം. അപ്പോൾ വിദ്യാലയസ്യ എന്ന് പറഞ്ഞാൽ അത് ഷഷ്ഠി വിഭക്തിയാവും. വിദ്യാലയം എന്ന് പറയണം, അതാണ് ദ്വിതീയ വിഭക്തി. അപ്പോൾ വിദ്യാലയം പരിതഃ വൃക്ഷാः സന്തി എന്നെഴുതണം. അപ്പോൾ ഈ ഉദാഹരണം വെച്ചിട്ട് ഇനി താഴെ പറയുന്ന വാക്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. പുഷ്പസ്യ പരിതഃ ഭ്രമരാः സന്തി. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പൂവിന് ചുറ്റും വണ്ടുകളുണ്ട് എന്നാണ്. അപ്പോൾ അതിനെ ശരിയാക്കി എങ്ങനെ എഴുതും? പുഷ്പം പരിതഃ ഭ്രമരാः സന്തി എന്നെഴുതണം. ഇനി അടുത്ത വാക്യം ഗൃഹസ്യ പരിതഃ പ്രാകാരാः സന്തി. അപ്പോൾ ഈ വാക്യത്തിനെ എങ്ങനെ ശരിയാക്കി എഴുതണം? ഗൃഹം പരിതഃ പ്രാകാരാः സന്തി. വീടിന് ചുറ്റും മതിലുണ്ടെന്നർത്ഥം. അടുത്ത വാക്യം ആരാധനാലയസ്യ പരിതഃ ഭക്താः സന്തി. അതിനെ ഇങ്ങനെ ശരിയാക്കി എഴുതാം. ആരാധനാലയം പരിതഃ ഭക്താः സന്തി. ആരാധനാലയത്തിന് ചുറ്റും ഭക്തന്മാരുണ്ട്. ശ്രദ്ധേയൗ അംശൗ ആശയാവബോധഃ ഉചിത വിഭക്തി പ്രയോഗഃ. അപ്പോൾ ഇവിടെ ഉചിതമായിട്ടുള്ള വിഭക്തി നമ്മൾ പ്രയോഗിച്ചു. ദ്വിതീയ വിഭക്തിയാണ് ഉചിതമായിട്ടുള്ള വിഭക്തി. ഇനി അടുത്ത പഠന പ്രവർത്തനം കവിതായാः ആശയം സൂചനാനുസാരം ലഘൂപന്യാസരൂപേണ പരിവർത്തിയ ലിഖതു. ഈ കവിതയുടെ ആശയത്തിനെ ഒരു ചെറിയ ഉപന്യാസ രൂപത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പം അതിനുള്ള സൂചനകൾ ഇവിടെ തരുന്നു. പ്രപഞ്ചം, പഞ്ചഭൂതാനി, പരിതസ്ഥിതേः സംരക്ഷണം, അന്തരീക്ഷ മലിനീകരണം, പർവ്വതഖനനം എന്നുള്ള സൂചനകൾ ഇവിടെ തന്നിട്ട് ലഘു ഉപന്യാസം എഴുതാനാണ് പറയുന്നത്. അത് നമുക്ക് ഏറ്റവും അവസാനം നോക്കാം. അതുപോലെ അടുത്ത പഠന പ്രവർത്തനം സമാനാശയയുക്താനാം ബാലകവിതാനാം സമ്പുടം രചയതു. ഈ ആശയം വരുന്ന ബാലകവിതകളെയൊക്കെ ശേഖരിച്ച് ഒരു സമാഹാരം ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഔചിത്യം, ആശയാവബോധം, ഘടന. ഇതൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ച് ഒരു ചെറിയൊരു കളക്ഷൻ പോലെ ഉണ്ടാക്കാൻ. ഇനി അടുത്ത പഠന പ്രവർത്തനമാണ് പ്രകൃതി ദൃശ്യം വിലിഖ്യ വർണ്ണലേപനം കരോതു. ഒരു പ്രകൃതിയുടെ ദൃശ്യം വരച്ചിട്ട് കളർ കൊടുക്കാനാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട അംശങ്ങളാണ് ഉചിത വർണ്ണപ്രയോഗ, ഉചിതമായിട്ടുള്ള കളറുകൾ കൊടുക്കണം. ആശയാവബോധ, ആ ചിത്രത്തിന് ഒരു പ്രത്യേക ആശയത്തെ നമ്മൾ ഉൾക്കൊണ്ട് വേണം ഒരു ചിത്രം വരയ്ക്കാൻ. ഔചിത്യമുണ്ടായിരിക്കണം. ഇനി ഇവിടെ അധിക വാചനാംശാഹ, നമുക്ക് കൂടുതൽ അറിവുണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുകയാണ്. ഉപസർഗഃ 22 സംഖ്യകാः അദ്രവ്യവാചിനഃ പ്രാദയഃ ക്രിയായോഗേ ഉപസർഗാः ഇതി വ്യവഹ്രിയന്തെ. 22 സംഖ്യകാः ഉപസർഗാः, 22 ഉപസർഗങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? പ്രാദയഃ, പ്രാ തുടങ്ങിയിട്ടുള്ള 22 ഉപസർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്ര, പര, അപ, സമ, അനു, അവ, നിസ്, നിര്, ദുസ്, ദുര്, വി, ആങ്, നി, അധി, അപി, അതി, സു, ഉത്, അഭി, പ്രതി, പരി, ഉപ. ഇവിടെ കൊടുത്തിരിക്കുന്ന ശ്ലോകം ഉപസർഗങ്ങളെ ഓർമ്മയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്ലോകമാണ്. ഈ ശ്ലോകം പഠിച്ചാൽ ഏതൊക്കെ ഉപസർഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം.
പ്രവിപരാപസമന്വവ നിർനിസോ ദുരതി ദുഷ്പ്രതിസൂദധി പര്യഭി തദനു ചാങ്ങഭിനീ ഉപവിംശതി ദ്വിസഹിതേത്യുപസർഗസമാഹ്വയാഹ. അതായത് ആദ്യത്തെ വരി നോക്കാം. അതിൽ പ്ര എന്നുള്ള ഉപസർഗം കൊടുത്തിരിക്കുന്നു, വി എന്നുള്ള ഉപസർഗം, അടുത്തത് പര, പിന്നെയോ ആപ, പിന്നെ സം, അനു, അവ, നിര്, നിസ്, ഇത്രയും ഉപസർഗങ്ങളെ ഒന്നാമത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 22 ഉപസർഗങ്ങളെയും ഈ ശ്ലോകത്തിൽ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഉപസർഗങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒരു വാക്കിൻ്റെ മുന്നിലാണ് ഉപസർഗങ്ങൾ സാധാരണ ചേർക്കുക. ഇപ്പോൾ ഹരതി എന്നുള്ളൊരു വാക്കുണ്ട്. ഇവിടെ ഉദാഹരണത്തിൽ ആദ്യത്തെ വാക്ക് ഹരതി. ഹരതിയുടെ കൂടെ പ്ര എന്നുള്ള ഉപസർഗം ചേർത്ത് കഴിഞ്ഞാൽ പ്രഹരതി എന്നാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രഹരതിയുടെ അർത്ഥം അടിക്കുന്നു എന്നാണ്. ഇനി ഹരതിയുടെ, അതായത് വ്യത്യസ്ത ഉപസർഗങ്ങൾ ചേർക്കുമ്പോൾ അർത്ഥം പാടെ മാറിപ്പോകും. ഇപ്പോൾ ഈ ഹരതിയുടെ കൂടെ തന്നെ വി എന്ന ഉപസർഗം ചേർക്കുമ്പോൾ വിഹരതി എന്നായിട്ട് മാറും. അപ്പോൾ വിഹരതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഹരിക്കുന്നു, സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. നേരത്തെ പ്ര ചേർത്തപ്പോൾ അടിക്കുന്നു എന്നർത്ഥം കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ അർത്ഥമാകെ മാറി. ഉപസർഗം ചേർക്കുമ്പോൾ അർത്ഥങ്ങളൊക്കെ പലതായിട്ട് മാറും എന്നർത്ഥം. ഇനി ഹരതിയുടെ കൂടെ സമ എന്നുള്ള ഉപസർഗം ചേർത്താൽ സംഹരതി എന്നാവും. അതായത് സംഹരിക്കുന്നു, നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടും. ഇനി ഹരതിയുടെ കൂടെ ആ എന്നുള്ള ഉപസർഗം ചേർത്ത് കഴിഞ്ഞാൽ ആഹരതി, അതായത് ആഹരിക്കുന്നു, ഭക്ഷിക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടും. ഹരതിയുടെ കൂടെ പരി എന്നുള്ള ഉപസർഗം ചേർത്താൽ പരിഹരതി, പരിഹരിക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടും. ഇനി ഹരതിയുടെ കൂടെ ഉപ എന്നുള്ള ഉപസർഗം ചേർത്താൽ ഉപഹരതി, ഉപഹരിക്കുന്നു, അതായത് സമ്മാനം കൊടുക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ ഒരേ ഹരതിയുടെ കൂടെ തന്നെ പല പല ഉപസർഗങ്ങൾ ചേർത്തപ്പോൾ പല പല അർത്ഥം കിട്ടി. ഈ ഹരതി എന്നുള്ള വാക്ക് ഹൃ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഹൃ എന്നുള്ള ധാതുവിൻ്റെ രൂപമാണ് ഹരതി എന്നുള്ളത്. എല്ലാത്തിനും ഒരു റൂട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഹരതി എന്നുള്ള വാക്കിൻ്റെ റൂട്ട് ധാതു എന്ന് പറയുന്നത് ഹൃ ധാതുവാണ്. അപ്പോൾ ഇവിടെ ഉപസർഗങ്ങൾ ചേർക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് പോകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ശ്ലോകം കൊടുക്കുകയാണ്. ഉപസർഗേണ ധാത്വർത്ഥോ ബലാദന്യത്ര നീയത്തെ പ്രഹാര ആഹാര നീഹാര വിഹാര പരിഹാരവത്. ഉപസർഗം ചേർക്കുമ്പോൾ ഒരു ധാതുവിൻ്റെ അർത്ഥം ബലം പിടിപ്പിച്ച് വേറൊരർത്ഥത്തിലേക്ക് പോകുന്നു. അതായത് ഒരു ധാതുവിൻ്റെ അർത്ഥം ഇന്നതാണെങ്കിൽ കൂടി ഉപസർഗം ചേർക്കുമ്പോൾ അതിന് പല പല അർത്ഥങ്ങൾ കിട്ടുന്നു എന്നർത്ഥം. ഇപ്പോൾ കാണിച്ചതുപോലെ പ്രഹരതി, വിഹരതി, സംഹരതി എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ കിട്ടുന്നത് അതിനൊരു ഉദാഹരണമാണ്. ഇനി നേരത്തെ നമ്മളൊരു പ്രയോഗവിശേഷം നോക്കി. വിദ്യാലയത്തിന് ചുറ്റും വൃക്ഷങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ദ്വിതീയ വിഭക്തി പറയണം എന്ന് പറഞ്ഞു. വിദ്യാലയം പരിതഃ വൃക്ഷാഹ സന്തി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു നിയമമാണ് ഇവിടെ പറയുന്നത്. പരിതഃ ഇതി പദസ്യ യോഗേ ദ്വിതീയ വിഭക്തി പ്രയുജ്യത്തെ. പരിതഃ എന്നുള്ള പദം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ യോഗത്തിൽ ദ്വിതീയ വിഭക്തി പ്രയോഗിക്കണം. ഉദാഹരണം, ഗ്രാമം പരിതഃ നദീ പ്രവഹതി. ഗ്രാമത്തിന് ചുറ്റും നദി പ്രവഹിക്കുന്നു. ചന്ദ്രം പരിതഃ മേഘാഃ ഗച്ഛന്തി. ചന്ദ്രന് ചുറ്റും മേഘങ്ങൾ പോകുന്നു. അധ്യാപകം പരിതഃ ഛാത്രാഃ തിഷ്ഠന്തി. അധ്യാപകൻ്റെ ചുറ്റും വിദ്യാർത്ഥികൾ നിൽക്കുന്നു എന്നിങ്ങനെ ഉദാഹരണം കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ചെയ്യാതെ പോയ ഒരു പഠന പ്രവർത്തനമാണ് ലഘൂപന്യാസം എഴുതാൻ. ഇവിടെ തന്നിരിക്കുന്ന സൂചനകളനുസരിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പ്രപഞ്ചം എന്നുള്ളതാണ് ഒന്നാമത്തെ സൂചന. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പ്രപഞ്ചം പഞ്ചഭൂതാത്മകം ഭവതി എന്നെഴുതാം. പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ്, പഞ്ചഭൂതങ്ങളോട് കൂടിയതാണ് എന്ന് പറയാം.
അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആധാരം പഞ്ചഭൂതങ്ങളാണ് എന്നൊക്കെ പറയാം. പഞ്ചഭൂതാനി എന്നത് അടുത്ത ഓപ്ഷൻ, അടുത്ത സൂചന. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? പൃഥിവി, ജലം, തേജഃ, വായുഃ, ആകാശഃ ഇത്യേതാനി പഞ്ചഭൂതാനി ഭവന്തി. ഇവയാണ് പഞ്ചഭൂതങ്ങൾ. പൃഥിവി, ജലം, വായു, ആകാശം, തേജസ് ഇതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്നെഴുതാം. പിന്നെന്താ? പരിതഃസ്ഥിതേഃ സംരക്ഷണം എന്ന് പറയുന്നു. അതുപോലെ മനുഷ്യ ശരീരം മാത്രമല്ല, മറ്റ് ജന്തുക്കളുടെ ശരീരവും പഞ്ചഭൂതാത്മകമാണ് എന്ന് പറയാം. ശരീരത്തിൽ എന്താണ്? തേജസ്സുണ്ട്, വായു, ജലം, പൃഥിവി, ഇതിനെല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് ശരീരവും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ശരീരം പഞ്ചഭൂതാത്മകം ഭവതി എന്ന് പറയാം. അപ്പോൾ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാം. പരിതഃസ്ഥിതേഃ സംരക്ഷണം അസ്മാകം കർത്തവ്യം ഭവതി. നമ്മുടെ കർത്തവ്യമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് എന്ന് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്? നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ പ്രകൃതി ഉള്ളത് കൊണ്ടാണ്, അല്ലെ? പ്രകൃതിയോട് ചേർന്ന ഒരു വസ്തു തന്നെയാണ് നമ്മുടെ ശരീരവും. അപ്പോൾ ജലത്തെ പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ച് പ്രാണവായുവിനെ നമുക്ക് കിട്ടുന്നതും എല്ലാം ഇവിടുന്ന് തന്നെയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രകൃതേഃ സംരക്ഷണം അസ്മാകം കർത്തവ്യം ഭവതി. പിന്നെ എന്ത് പറയാം? ഇവിടെ അന്തരീക്ഷ മലിനീകരണം. അസ്മാകം സമാജേ ദിനം പ്രതി അന്തരീക്ഷ മലിനീകരണം വർദ്ധതേ. നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസം കൂടുന്തോറും അന്തരീക്ഷ മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? വായു മലിനീകരണം, ജലമലിനീകരണം, പിന്നെ മണ്ണ് മലിനീകരണം, ഇങ്ങനെ പലതരത്തിലും മലിനീകരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ പോലെയുള്ള സംഘടനകളൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് തുടങ്ങിയിട്ടുള്ള ഗോളുകളെയൊക്കെ 17 ലക്ഷ്യങ്ങളെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 2030 കൈവരിക്കേണ്ടതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളെയൊക്കെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ ലോകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അന്തരീക്ഷ മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? പ്ലാസ്റ്റിക വസ്തൂനാം നിർമാർജനം അതീവ സുരക്ഷയാ കരണീയം. അതായത് പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ കളയുക എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ടല്ലോ, ഹരിതകർമ്മസേന തുടങ്ങിയിട്ടുള്ള. അനാവശ്യമായി വലിച്ചെറിയുക, കത്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാതെ ഇരിക്കുക. അപ്പം അങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ ജലാശയേഷു മാലിന്യ നിർമാർജനം ന കാര്യം. ജലാശയങ്ങളിൽ മാലിന്യത്തെ ഒഴുക്കിവിടുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെന്താണ് ഇവിടെ പർവ്വത ഖനനം എന്ന് പറയുന്നു. പർവ്വത ഖനനം എന്ന് പറഞ്ഞാൽ മലകളൊക്കെ ഇടിച്ച് നിരപ്പാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഓരോ റിസോർട്ട് പണിയുക, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ആളുകൾ. ഇപ്പോൾ വയനാടൊക്കെ നമുക്ക് എന്താണ് പ്രത്യക്ഷമായിട്ട് ഉദാഹരണങ്ങളാണ്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയൊക്കെ ഇടിച്ച് നിരപ്പാക്കിയത് കൊണ്ട് എന്താണ് അവിടെ ഉറപ്പില്ലാതെ വരികയും അവിടെയുള്ള മണ്ണ് മുഴുവൻ ഒലിച്ച് പിന്നെ താമസിക്കുന്ന ആളുകളുടെ മേത്തേക്ക് വരികയും അങ്ങനെ ഒരു സ്ഥലം തന്നെ ഇല്ലാണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ
പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയൊക്കെ പറ്റി പഠിക്കുകയും പഠനങ്ങൾ നടക്കണമൊക്കെ ഉണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളെ സംരക്ഷിക്കുകയൊക്കെ ചെയ്താൽ മാത്രമാണ് എല്ലാവർക്കും ഇവിടെ പ്രകൃതി ദുരന്തങ്ങളൊന്നുമില്ലാതെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആശയങ്ങളൊക്കെയാണ് ഇവിടെ വരേണ്ടത്. ഇപ്പോൾ പർവ്വത ഖനനം, വനച്ഛേദനം, ജലപ്രദൂഷണം ഇത്യാദയഃ പര്യാവരണസ്യ നാശായ കാരണാനി ഭവന്തി. ഇങ്ങനെ വനങ്ങൾ വെട്ടി നശിപ്പിക്കുക, പർവ്വതങ്ങൾ ഖനനം ചെയ്യുക, ഇതൊക്കെ പ്രകൃതിയുടെ നാശത്തിന് കാരണങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രകൃതേഃ സംരക്ഷണായ വയം പ്രയത്നം കുർമഃ. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നം ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ലഘു ഉപന്യാസം എഴുതാം. ഇത് ഒരു ഉപന്യാസമായിട്ട് എഴുതി ഇവിടെ കാണിക്കാം, ക്ലാസ്സിൽ പറയാം. പക്ഷെ അതല്ല വേണ്ടത്. നമ്മളൊരു മാതൃക പോലെ പറഞ്ഞു, സ്വയം ചിന്തിച്ച് ആശയങ്ങൾ ഉണ്ടാക്കി നമ്മൾ തന്നെ എഴുതണം. എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ടീച്ചർ തെറ്റിത്തിരുത്തും. അങ്ങനെ എഴുതി ശീലം വരുമ്പോഴാണ് ഉയരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ പറയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ധന്യവാദ.